അന്തരിച്ച CPI നേതാവ് പി ബാലചന്ദ്ര മേനോനെ കുറിച്ചുള്ള പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ CPIഎമ്മിന് പരോക്ഷ വിമർശനം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണത്തിൽ ഉൾപ്പെടെ CPI നേതാക്കളുടെ പങ്കിനെ ചിലർ മനഃപൂർവ്വം തമസ്കരിക്കുന്നതായി നേതാക്കൾ കുറ്റപ്പെടുത്തി. ഇതിനു പുറമെ മാസങ്ങൾക്ക് മുൻപ് CPIഎം സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് എഴുതിയ കുറിപ്പിന് മറുപടി പറയാനും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രകാശന ചടങ്ങിനെ വേദിയാക്കി. MLAയും രാജ്യസഭാ MP-യുമെല്ലാമായിരുന്ന CPI നേതാവ് പി ബാലചന്ദ്ര മേനോന്റെ സമര ജീവിതമാണ് ലജി കൃഷ്ണൻ എഴുതിയ പി ബാലചന്ദ്ര മേനോൻ സമരമുഖങ്ങളിലെ തീജ്വാല എന്ന പുസ്തകം. പുസ്തകത്തിലെ പ്രധാന വിമർശനം തന്നെ AKGക്കെതിരെയാണ്. 1941 വെല്ലൂർ ജയിൽ ചാടിയ AKG അതിന് സഹായിച്ച ബാലചന്ദ്ര മേനോന്റെ പങ്കിനെ മറച്ചുവെച്ചു എന്നാണ് വിമർശനം. ബാലചന്ദ്ര മേനോൻ മരണപ്പെട്ട സമയത്ത് CPIയുടെ ജില്ലാ കമ്മിറ്റി പുറത്തിറക്കിയ ഒരു ബാലചന്ദ്ര മേനോൻ സ്മരണയുണ്ട്. ആ സ്മരണയിൽ അന്ന് അദ്ദേഹത്തോടൊപ്പം ജയിൽ ചാടിയ C. കണ്ണൻ എഴുതിയ ലേഖനത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാനിത് പ്രധാനമായിട്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. അതിനുശേഷം C. കണ്ണൻ്റെ ജീവചരിത്രത്തിൽ തന്നെയും ഇത്തരം കുറിപ്പുകൾ സൂചിപ്പിച്ചിട്ടുണ്ട്. എൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും ഞാൻ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുമില്ല. അതിന് ലഭ്യമായ രേഖകൾ മാത്രമാണ് ആ കാര്യത്തിൽ കാണിച്ചിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണത്തിനുൾപ്പെടെ CPI നേതാക്കളുടെ പങ്കിനെ ചിലർ തമസ്കരിക്കുന്നതായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. യഥാർത്ഥമായ ചരിത്രം സത്യത്തിൻ്റെ കഥയാണ്. അതുമായി ബന്ധപ്പെട്ടവരുടെ ചരിത്രത്തിൻ്റെ തത്വദീക്ഷയിലും അതിൻ്റെ ഫിലോസഫിയിലും സത്യമെന്ന വാക്കിന് ഒരു അർത്ഥമുണ്ട്. ആ വാക്കിനെ ഓർത്തുകൊണ്ടുള്ള ചരിത്രമൊന്നും ഉണ്ടായെങ്കിൽ പലപ്പോഴും ചരിത്രം താല്പര്യങ്ങളുടെ കൈകാലിക്കാമെന്നുള്ളൂ. പ്രസ്ഥാനങ്ങളായാലും ഗവൺമെന്റുകളായാലും ആ കുറ്റം ചെയ്യാൻ പഠിക്കുന്ന കാര്യം നമുക്കറിയാം. ഇതിനു പുറമെ 2024 ജൂലൈ 4 CPIഎം സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിനും ബിനോയ് വിശ്വം മറുപടി പറഞ്ഞു. ബിനോയ് വിശ്വം ASF അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്ന കാലത്ത് ചിറ്റൂർ കോളേജിലെത്തിയ ജാഥയെ KSU ആക്രമിച്ചതായും അന്ന് രക്ഷപ്പെടുത്തിയ SFIയെ ബിനോയ് വിശ്വം അധിക്ഷേപിക്കുകയും KSUവിനെ ഉപദേശിക്കുകയും ചെയ്തു എന്നായിരുന്നു കുറിപ്പ്. ഇത് പച്ചക്കള്ളമാണെന്ന് ബിനോയ് വിശ്വം. ചിറ്റൂർ കോളേജിൽ ഉണ്ടാക്കാൻ വേണ്ടി ഡൽഹിയെടുത്ത് മുൻകൈ എനിക്ക് ഓർമ്മയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നട്ടാൽ കിളുക്കാത്ത ഒരു പച്ചക്കള്ളം ഡൽഹിയുടെ പേരും എൻ്റെ പേരും എല്ലാം പറഞ്ഞുകൊണ്ട് ഒരു നേതാവ്, ഈ ജില്ലയിലെ നേതാവ്, ഒരു മുൻ MP ഫേസ്ബുക്കിൽ എഴുതി വെച്ച എല്ലാ കാര്യങ്ങളും വെറും പച്ചക്കള്ളമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. CPIഎമ്മിനെ പേരെടുത്ത് പറയാതെയാണ് വിമർശനങ്ങളെല്ലാം ഉയർന്നതെങ്കിലും ആർക്കുള്ള മറുപടിയാണെന്ന് സദസ്സിലും വേദിയിലും ഇരുന്നവർക്ക് സംശയമുണ്ടായിരുന്നില്ല. ന്യൂസ് മലയാളം, പാലക്കാട്.